ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ നാം മറന്നുപോകും. തുടരെ ആവശ്യക്കാർക്ക്, സഹായത്തിന് യോഗ്യതയുള്ളവർക്ക് ശരിയായ ഒരു സഹായം ആവശ്യമുള്ള ഒരാളിന് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട്, സഹായം, അത് ഏത് തരത്തിലുമാകാം. ആളായിട്ടാകാം, സാമ്പത്തികമായിട്ടാകാം, ആഹാരം കൊടുത്താകാം, ഏത് വിധേനയും ആകാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടരെ നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. കാലപ്പഴക്കം കൊണ്ട് നമ്മൾ മറന്നുപോയെന്നും വരും. അങ്ങനെ ഞാൻ മറന്നുപോയ ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നലെ എഴുതിയിരുന്നു. ഒന്നും കൂടി അതിനെ ഓർമ്മപ്പെടുത്താം. വളരെ വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ എൻ്റെ അടുത്തൊരു സഹായം ആവശ്യപ്പെട്ടു. ഒരു നിവർത്തിയുമില്ല, എനിക്ക് അസുഖം ബാധിച്ചിരിക്കുന്നു, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, ഒരു വരുമാനം വേണം. അന്ന് ഞാൻ എന്നോട് വന്ന് ആവശ്യപ്പെട്ട ആളിന് ഒരു ലോട്ടറി കച്ചവടത്തിന് വേണ്ട ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ഏജൻറ്റിനെ കണ്ട് നിങ്ങൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ആവശ്യമായ സാമ്പത്തിക സഹായവും ചെയ്തിരുന്നു. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഞാൻ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. വല്ലാണ്ടൊക്കെ നാട്ടിൽ വരുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവമാണ്. അങ്ങനെ ഞാൻ 30 വർഷം 40 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ നിന്ന് വരുന്നത്. ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ അടുക്കൽ ആൾ വന്ന് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. എന്നെ അറിയാമോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല പരിചയം തോന്നുന്നില്ല, കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹായത്തിന് വന്നു, നിങ്ങളെന്നെ സഹായിച്ചു, ഇന്ന രീതിയിലാണ് സഹായിച്ചതെന്ന് പറഞ്ഞു. എനിക്കപ്പോഴും ഓർമ്മ വരുന്നില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട്. എന്നാൽ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഓർമ്മ വയ്ക്കും. ഞാൻ ചെറുതിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്ത ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്ടിലെ കുടുംബനാഥൻ വളരെ കഷ്ടപ്പാടില്ല. ആ വീട് പട്ടിണിയിലാണ് കഴിഞ്ഞു പോകുന്നത്. ഞാൻ അന്ന് ചെറിയ ക്ലാസ് പഠിക്കുക, 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അറിയില്ല. അതുകൊണ്ട് ആ കാലഘട്ടമാണ്. അത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ 7 വരെ ഉള്ളൂ അന്ന്. അതുകൊണ്ട് ടോപ്പിക്കാം. ഞാൻ ലൂതർഗിരി സ്കൂളിൽ ആണ് പഠിച്ച ആരനാട്. അപ്പോൾ അവിടെ 7ാം ക്ലാസ് വരെ ഉള്ളൂ. അതുകൊണ്ട് ഉറപ്പിക്കാം, ആ കാലഘട്ടത്തിലായിരുന്നു. ആ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ അരി ഉണ്ടാവില്ല. ഞാൻ വീട്ടിൽ നിന്ന് അരി മോട്ടിച്ച് മിക്കവാറും എല്ലാ ദിവസവും പോക്കറ്റ് നിറച്ചാണോ എന്തെങ്കിലും, ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക്കൊന്നുമില്ല, അതെങ്ങനെ ഏത് വിധത്തിലോ ഞാൻ അരി കൊണ്ടുപോകും. എൻ്റെ പോക്കറ്റിട്ടും കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് സംശയം, ഒരു പിടിയില്ല. എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് അരി മോട്ടിക്കും,
അവർക്ക് കൊണ്ട് കൊടുക്കും. അമ്മയും അപ്പനും ആരും അറിയാതെ ആണ് എടുക്കുന്നത് അരി. അന്ന് വീടുകളിൽ കലത്തിലാണ് അരി സൂക്ഷിക്കുന്നത്. നെല്ല് സൂക്ഷിക്കാൻ പത്തായമുണ്ട്, അതറിയാം. അരി സൂക്ഷിക്കുന്ന കലത്തിലാണ്. ഞാൻ ആ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് സ്കൂളിൽ പോകും. അങ്ങനെ കുറേ കാലം അത് ആവർത്തിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വേറെ സ്കൂളാണ്, ഹൈസ്കൂള്. അത് വളരെ ദൂരെ പോകണം. അപ്പോൾ എൻ്റെ റൂട്ട് മാറി. പിന്നെ ആ വീടുമായിട്ട് എനിക്ക് ടച്ചിങ് ഇല്ല. പിന്നെ അവരുടെ സ്ഥിതി എന്തായിരുന്നു, അവരുടെ ജീവിത നിലവാരം എന്തായിരുന്നു, പിന്നെ അവരെക്കുറിച്ചൊന്നും ഞാൻ അറിയാത്ത രീതിയിലായി. പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. ആ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിക്കില്ല, ചില കാര്യങ്ങൾ ഓർമ്മയിക്കും. ഇതേപോലെ ഒരു സംഭവം ഞാൻ IT പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കഷ്ടപ്പെട്ടുള്ള ഒരു വീട്, 4-5-6 മക്കളും ആയിട്ട് കഴിഞ്ഞു വിടുന്ന ഒരു കുടുംബം. അവിടെ ഒരു ചെറിയ സഹായം ചെയ്തതായിട്ടൊരു ഓർമ്മയുണ്ട്. അങ്ങനെ ചില കേസുകൾ നമുക്ക് ഓർമ്മയിക്കും. അപ്പോൾ പിന്നെ തുടരെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയൊന്നും വരില്ല. ഇപ്പോഴും ഞാൻ ചില പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വീടുകളിലേക്ക് സാമ്പത്തികം ഒരു ചെറിയ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചില പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിലൊരു പ്രോജക്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ. ഇതൊരു ഷോപ്പാണ്. എല്ലാ സാധനവും ഉണ്ട്, ഇല്ലാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. ഇവിടെ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരുടെ എമൗണ്ട് കുറച്ച് വയ്ക്കും. 1000 രൂപയാകുമ്പോൾ സാധാരണക്കാർക്ക് ഒരു ലാഭവിഹിതവും 1 കിലോ അരി വെച്ചും കൊടുക്കും. അത് കൊടുക്കുന്നത് ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, 2 പെരുന്നാളുണ്ട്. ഇങ്ങനെ ആ കാലഘട്ടങ്ങളിലാണ് ഒരുമിച്ച് കൊടുക്കുന്നത്. പിന്നെ രോഗികൾ, ക്യാൻസർ ബാധിച്ചും കിടപ്പ് രോഗികളായി പോയവർക്ക് 250 രൂപയുടെ സാധനം മാസം ഫ്രീ ആയിട്ട് കൊടുക്കും. കിടപ്പ് രോഗികൾ, ക്യാൻസർ ബാധിച്ച് രോഗികളായവർ, മറ്റ് വാർദ്ധക്യ സഹജമായ രോഗികളായവർ, വാർദ്ധക്യത്തിലെത്തിയവർ, അവർക്ക് 250 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി ഏറെക്കുറെ നമുക്കറിയാം. അവർ അതിന് യോഗ്യതയുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ബെനിഫിഷ്യറീസ് സെലക്ട് ചെയ്ത് അവർക്ക് 250 രൂപയ്ക്ക് മന്ത്ലി ഫ്രീ ആയിട്ട് എന്ത് സാധനം വേണമെങ്കിലും ആകാം. 250 രൂപയ്ക്ക് എടുക്കാം. പിന്നെ വിധവകൾ, അവർക്ക് 250 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 1 കിലോ അരി കൊടുക്കും. സാധാ ആൾക്കാർ 500 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ, മീഡിയം ടൈപ്പ് ആൾക്കാർ, അവർക്ക് 1 കിലോ അരി കൊടുക്കും ഫ്രീ ആയിട്ട്. അല്ലാതെ മറ്റൊരു കൂട്ടരുണ്ട്, ജനറൽ, ഒരുവിധം ജീവിക്കാൻ കഴിവുള്ളവർ. അവരാണ് 1000 രൂപയുടെ, അവർക്ക് 1000 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 1 കിലോ അരിയും പിന്നെ ഒരു ലാഭവിഹിതവും കൂടെ അവർ ക്രിസ്മസ്, പെരുന്നാൾ, ഓണം കാലഘട്ടങ്ങളിൽ കൊടുക്കും.
പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഒരു 2000 രൂപയുടെ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കോഴിക്കൂടും 10 കോഴിക്കുഞ്ഞും 2 പ്രാവശ്യമായിട്ട് 5 വെച്ച്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്ന് 5-6 മാസം കൊണ്ട് മുട്ടയിട്ട് തുടങ്ങും. അതിൻ്റെ കാലാവധിയാകും മുട്ടയിട്ട് തുടങ്ങും. ആ മുട്ട വീട്ടിലുള്ളവർക്ക് ഭക്ഷണവും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് അധികം മരുന്നിനെ വിൽക്കുകയും ചെയ്യാം. അപ്പോൾ ആ വഴിക്ക് ഒരു ചെറിയ വരുമാനം ഉണ്ടായി തുടങ്ങും. എല്ലാ വീട്ടിലും 10 കോഴി വളർത്തണം. ആ ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഈ വരുന്ന പെരുന്നാളിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്ത മാസം 15-ാം തീയതി പെരുന്നാളിന് ഓരോ വീട്ടിലും ഒരു കോഴിക്കൂടും 10 കോഴിക്കുഞ്ഞ്, അത് 2 പ്രാവശ്യമായിട്ട് 5 വെച്ച്. അപ്പോൾ സ്വന്തമായി ഒരു വരുമാനം. അവരവരുടെ വീടുകളിലുണ്ടാകുന്ന വേസ്റ്റ് വലിച്ചെറിയാതെ, എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് മിച്ചം ഉണ്ടാവും, മീൻ വെട്ടുന്നതിൻ്റെ വേസ്റ്റുകൾ, ഇതൊക്കെ കൊടുക്കാൻ എല്ലാവരും വലിച്ചെറിയുകയും ചെയ്യുന്നത്. അത് പൊല്യൂഷൻ എടുക്കാൻ പറ്റും. കോഴിയൊക്കെ അതൊരു ആഹാരമായി മാറും. പിന്നെ അതിൻ്റെ കാഷ്ടം ഉപയോഗിച്ച് അവർക്ക് തന്നെ ചെറിയ പച്ചക്കറികൾ ചെയ്യാം. അത് കഴിഞ്ഞ് കോഴി കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ പച്ചക്കറി കൊടുക്കുന്നുണ്ട്, വിത്തുകൾ. അവരവരുടെ വീടുകളിൽ അവരവർക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദനമാണ്. അപ്പോൾ ഇതിൻ്റെ കോഴിയുടെ വേസ്റ്റിൽ പച്ചക്കറി വളർത്തിയെടുക്കാം. അങ്ങനെ ഒരു സംരംഭമാണ്, ഒരു പ്രൊജക്റ്റാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും പല തരത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇൻകം ജനറേഷൻ പ്രോഗ്രാംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോ പറയാം. ഇപ്പോൾ ടൈം ഓവറായിരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.